വിജ്ഞാപനത്തിൻ്റെ പേജ് നമ്പർ 7-ൽ വളരെ വിശദമായി ലഘുവായി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ദയവായി വായിക്കാം. വിജ്ഞാപനം 7 പേജിലുണ്ട്. നിങ്ങൾ വരി ചെയ്യേണ്ട. അതായത് നിങ്ങൾക്ക് പരിഗണന കൊടുക്കാവുന്ന ആൾക്ക് 1 അവിടെ എഴുതിയ സീരിയൽ ഓർഡറിലുള്ള പേരുകളുള്ള 1, 2 എഴുതണമെന്നല്ല പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് ഒന്നാമത് പരിഗണിക്കുന്ന ആൾക്ക് 1, രണ്ടാമത് നിങ്ങൾ പരിഗണന കൊടുക്കുന്ന ആൾക്ക് 2, മൂന്നാമത് പരിഗണിക്കുന്ന ആൾക്ക് 3. അല്ല, ഇത് ഒരു പരിഗണന ഉണ്ടെങ്കിൽ 1 മതി. താനല്ലെന്ന് പറയുന്നേ. എന്തൊരു മാനം പറഞ്ഞു. ഞാൻ വോട്ടിംഗ് പോളിംഗ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പോളിംഗ് പ്രഖ്യാപിച്ചു. നിങ്ങൾ മുൻഗണന നൽകുന്ന സ്ഥാനാർത്ഥികളുടെ പേരിനെതിരെ തിരിച്ചും ഗുണലക്ഷണമോ ഇഞ്ചുമാർക്കോ ഇട്ടാൽ അത് അസാധ്യമാണ്. ഈ അക്കങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ. ആദ്യം മുൻഗണന നൽകുന്ന സ്ഥാനാർത്ഥിയുടെ പേരിനെതിരെ 1 ആ ക്രമത്തിൽ 2, 3 എഴുതാം. അല്ലാതെ മറ്റൊരു മാർക്കും പാടില്ല. ഇഞ്ചുമാർക്കും തിക്കുമാർക്കും പാടില്ല. പ്രത്യേകമായി പ്രത്യേകമായിട്ടുള്ള പോളിംഗ് സ്റ്റേഷൻ ആദ്യത്തെ സ്റ്റേഷൻ ക്രമീകരിച്ചിട്ടുണ്ട്. അസോസിയേഷൻ അംഗങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഓരോ അംഗങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ഈ പന്തലിന് തൊട്ടടുത്ത് തന്നെ പോളിംഗ് കൗണ്ടേഴ്സ്, പോളിംഗ് ബൂത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഓരോ ഭദ്രാസനത്തിൻ്റെയും ഇടവകയുടെയും സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള പോളിംഗ് ബൂത്ത് കണ്ടുപിടിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. പത്താസങ്ങളിലേക്ക് പോയാൽ മതി. ഇരുവശങ്ങളിലുമായി 43 പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പോളിംഗ് ബൂത്തുകളുടെ മുൻപിലായി അതത് ഭദ്രാസനങ്ങളുടെ പേരുകൾ അലങ്കരിച്ചിട്ടുണ്ട്. അതനുസരിച്ച്
സ്കൂളിൻ്റെ അവിടെ കിടക്കുന്നത് വണ്ടിയാണ് ചോദിച്ചു കഴിഞ്ഞ് വിളിച്ചാൽ അസോസിയേഷൻ അംഗങ്ങൾ ദയവായി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പോളിംഗ് ബൂത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പേര് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെയ്യണേ ഇത് കാണണം കേട്ടോ, എടുക്കുന്ന പോരാ. കൗണ്ടറുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ വാങ്ങാനായിട്ട് പ്രത്യേകമായിട്ട് ഓർത്തെടുത്തു. വാഹനത്തിന് നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അനൗൺസ്മെന്റ് കൗണ്ടറുമായി ബന്ധപ്പെട്ട് നഷ്ടമായത് വാങ്ങാവുന്നതാണ്. 11 വെള്ളിയായി വെള്ളവും ചുക്കും കാപ്പിയും ക്രമീകരിച്ചിട്ടുണ്ട്. പ്രതിനിധികൾക്ക് വളരെ ലഭ്യമാകുന്നതാണ്. ദേവിമാർക്ക് ബൂത്ത് നമ്പർ 1 വോട്ട് രേഖപ്പെടുത്തപ്പെട്ടതാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത്. 487 വോട്ടിങ്ങിന് ശേഷം 192 കൗണ്ടറുകളിലായി വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇതോ ഞങ്ങളെയൊക്കെ ചുവ എടുത്തല്ലോ, വോട്ടൊക്കെ ചെയ്തു. പോളിംഗ് സ്റ്റേഷനിൽ അതേ പോളിംഗ് സ്റ്റേഷനിൽ തന്നെയായിരിക്കും ബാലറ്റ് രേഖപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ആ കൗണ്ടറുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടവരെത്താനായിട്ട് അറിയിക്കും. ഏത് കൗണ്ടറിൽ പേര് രജിസ്റ്റർ ചെയ്തു അതേ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പരിശുദ്ധ ബാബാജിയുടെ സുപ്രധാനമായ പ്രഖ്യാപനം ഒരിക്കൽ അറിയിക്കുന്നു. 1, 2, 3, 4 ക്രമത്തിൽ പ്രദർശനത്തിനായി വോട്ട് ചെയ്യണമെന്ന് ബാബാജി പ്രഖ്യാപിക്കുന്നു. അതിന്റെ വോട്ട് എന്നെ പ്രത്യേകമായി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. സഭയുടെ ഭരണഘടന പ്രകാരം ചട്ടപ്രകാരം പ്രവർത്തനത്തിനായി വോട്ട് ചെയ്യേണ്ടതാണ്. 1, 2, 3, 4 എന്ന ക്രമത്തിൽ പോളിംഗ് സ്റ്റേഷനുമായി പോളിംഗ് മാസ്റ്റർ ഓഫീസിലുള്ള പ്രകാരം നേരത്തെ നൽകിയിട്ടുള്ള പ്രഖ്യാപനം അനുസരിച്ച് വോട്ട് ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ടോ ഏറ്റവും അവസാനപ്പെട്ട വെച്ചിരിക്കുന്നു.
മാറിക് കോർപ്പിസ്കോപ്പ. പോളിംഗ് സ്ലിപ്പ് ഇവിടെ കിട്ടിയിരിക്കുന്നു. അച്ഛൻ സ്ഥലത്തുണ്ടെങ്കിൽ ഒന്ന് കൈപ്പറ്റാവുന്നതാണ്. റവറൻഡ് ഫാദർ എബ്രഹാം മാറിക് കോർപ്പിസ്കോപ്പ, ബാംഗ്ലൂർ 6/01. PK കോശി സിംഗപ്പൂർ ദയവായി ഈ പ്രവേശന കവാടത്തിന് മുമ്പിലേക്ക് ഒന്ന് കടന്നു വരാനായിട്ട് അർപ്പിക്കുന്നു. ഭരണഘടനാപരമായ ഒരു പരിവേഷത്തിന് യാതൊരു പോറലും ഏൽക്കാനിടയാകരുത്. The votes secured by each of the two candidates are as follows. Reverend Father Dr. M.O. John, 1,550. I repeat, Reverend Father Dr. M.O. John, 1,550. Reverend Father Dr. Johns Abraham Conard, 1,750. The votes polled for the late trustees, Shri C.C. Cherian, 528. Shri M.G. George Muthoot, 2,557. Shri Julie K. Varghese, 1414. Advocate Matai Lipen Vettat, 182. I will now give this report to His Holiness, who will declare the names of the successful candidates. Reverend Father Dr. M.O. John, അദ്ദേഹത്തിന് 1550 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സ്ഥാനാർത്ഥി റവറൻഡ് ഫാദർ ഡോക്ടർ ജോൺസ് ഏബ്രഹാം കോനാട്ട്, 1750 വോട്ടുകൾ. ഇതിൽ 1750 വോട്ടുകൾ ലഭിച്ച റവറൻഡ് ഫാദർ ഡോക്ടർ ജോൺസ് ഏബ്രഹാം കോനാട്ട് വൈദിക ട്രസ്റ്റിയായി വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. അടുത്തതായി അൽമായ ട്രസ്റ്റി സ്ഥാനത്തേക്ക് മത്സരിച്ച 4 സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നു, ഇവിടെ അറിയിക്കുന്നു. ഒന്ന് ശ്രീ C.C. ചെറിയാൻ,
528 വോട്ടുകൾ. 2 ശ്രീ MG ജോർജ് മുത്തൂറ്റ് 2559 വോട്ടുകൾ. 3 ശ്രീ ജൂലി കെ വർഗീസ് 14 വോട്ട്. 4 അഡ്വക്കേറ്റ് മത്തായി ഈപ്പൻ വെട്ടത്ത് 182 വോട്ടുകൾ. ഇതിൽ 2559 വോട്ടുകൾ ലഭിച്ച ശ്രീ MG ജോർജ് മുത്തൂറ്റ് അൽമായ ട്രസ്റ്റിയായി വിജയിച്ചിരിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. അജണ്ടയിൽ 2 അജണ്ടകൾ കൂടെ ഉണ്ട്. 10ാമത്തെ അജണ്ട ഐറ്റം മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുക. അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയിൽ സ്ഥാനന്യായേന അംഗത്വം ലഭിക്കുന്നവർക്ക് പുറമെ 58 പട്ടക്കാരും 116 ഐമേനികളും ഉൾപ്പെടെ 174 അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നും അവരിൽ 47 പട്ടക്കാരും 94 ഐമേനികളും മലങ്കര അസോസിയേഷൻ തെരഞ്ഞെടുക്കുന്നവരും ശേഷമുള്ള 11 പട്ടക്കാരും 22 ഐമേനികളും മലങ്കര പട്ടക്കാരെ നോമിനേറ്റ് ചെയ്യുന്നവരുമായിരിക്കണമെന്നും ഈ യോഗം തീരുമാനിക്കുന്നു. മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി അവതാരകൻ ഡോക്ടർ ജോർജ് ജോസഫ്. പ്രസിഡന്റിന്റെ ആവശ്യമുള്ള ബോധ്യമുള്ളതും മുൻകൂട്ടി അനുവദിക്കുന്നതുമായ ഇതര വിഷയങ്ങൾ പരിഗണിച്ച് യുക്തമായ തീരുമാനം ചെയ്യുക. ഭക്തിപ്രമേയം അവതാരകൻ മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ വലിയ ബാബ തിരുമേനിയോടും പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ പൗലോസ് കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് തുര്യൻ കാതോലിക്ക ബാബ തിരുമേനിയോടും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിലെ എല്ലാ മെത്രാപ്പൊലീത്തമാരോടും മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ ഈ യോഗം വിശ്വാസവും വിധേയത്വവും ഭക്തി ആദരവുകളും രേഖപ്പെടുത്തുന്നു. ദൈവത്തിന്റെ സഭയിൽ ജനാധിപത്യപരവും ദൈവികവുമായ വിധത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മൾ നടത്തിയത്. ഇതിനെ ഏറെ ബന്ധപ്പെടുകയും നഷ്ടപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്ത ധാരാളം പേരുണ്ട്. എല്ലാം സഭയുടെ നന്മയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ മലങ്കര മെത്രാപ്പൊലീത്തായുള്ള നിലയിലുള്ള എൻ്റെ സ്നേഹവും ആദരവും ഞാൻ അറിയിക്കട്ടെ. പ്രത്യേകമായി ഇന്നത്തെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് നമ്മുടെ സഭയുടെ അരുമസന്താനമെന്ന് നമുക്ക് ബോധ്യമുള്ള അറിയാവുന്ന ബഹുമാനപ്പെട്ട CK കോച്ചി IAS, അദ്ദേഹം ഗുജറാത്ത് ഗാന്ധിനഗറിൽ താമസിക്കുന്ന ഒരാളാണെന്ന് അറിയാം. അദ്ദേഹം ഇവിടെ വന്ന് ഈ മഹാസമ്മേളനത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയിൽ ഇവിടെ വരികയും ഈ കാര്യത്തിലൊക്കെ പങ്കെടുത്ത് നേതൃത്വം നൽകുകയും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ പരിശ്രമങ്ങളും ചെയ്ത അദ്ദേഹത്തോട് മലങ്കര സഭയ്ക്കും പ്രത്യേകിച്ച് മലങ്കര മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ നമ്മുടെയും സ്നേഹവും ആദരവും നന്ദിയും ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. തുമ്മവൻ ഭദ്രാസനം ഇതിന്റെ ആദ്യനേതൃത്വം ഏറ്റെടുക്കുകയും അഭിമന്യ കുറിയാക്കോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ അനേക കമ്മിറ്റികൾ അനേക ദിവസങ്ങൾ ലാഭമില്ലാതെ അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ മഹാസമ്മേളനം ഇത്രയും നന്നായി പൂർത്തീകരിക്കാനായിട്ട് ഇടയായത്. അഭിമന്യ തിരുമേനിയോടും അതുപോലെ തന്നെ ആ തിരുമേനിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങളോടും ഈ ഭദ്രാസനത്തോടും ഒക്കെ ഉള്ള സ്നേഹവും ആദരവും ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. എല്ലാ വിധത്തിലും പ്രയത്നിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും പ്രത്യേകിച്ച് നമ്മുടെ പിതാക്കന്മാരെ ഇക്കാര്യത്തിൽ ഏറെ ഇത് വന്ന് ഇതിനോട് എല്ലാ വിധത്തിലുള്ള ഐക്യദാർഢ്യം പുലർത്തി അവരുടെ സാന്നിധ്യവും അവരെല്ലാവരും പ്രവർത്തനത്തെ ഞാൻ നന്ദിപൂർവ്വം
മരിക്കുന്നു. ഒരിക്കൽ തെരഞ്ഞെടുക്കപ്പെട്ട അൽമായ ട്രസ്റ്റിനും അതുപോലെ തന്നെ വൈദിക ട്രസ്റ്റിനും അൽമായ ട്രസ്റ്റിനും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ സ്ഥാനാർത്ഥികളോടും മനകൾക്ക് പ്രത്യേക സ്നേഹവും ആദരവുമുണ്ട്. അവരും ഇനിയും ഈ കാര്യങ്ങളോട് ഏറ്റവും നന്നായി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് മലങ്കര സഭ ഒറ്റക്കെട്ടാണെന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞാൻ പ്രത്യേകം ആഹ്വാനം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള സ്നേഹ ആദരവുകൾ അറിയിക്കട്ടെ. ആദരിക്കേറ്റ് ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫിനോടും ഈ മാനേജിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഊൺഭദ്രാസനത്തിൽ ഓഫീസിനോടും ഒക്കെയുള്ള നന്ദി അറിയിക്കുന്നു. പുതിയ മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു യോഗം മാർച്ച് മാസം 28-ാം തീയതി നടത്തുവാനുള്ള നോട്ടീസ് ഇന്നത്തെ ഡേറ്റ് വെച്ച് അയക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങളത് കരുതണം. കാരണം മാനേജിംഗ് കമ്മിറ്റിക്ക് 21 ദിവസത്തെ നോട്ടീസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഡേറ്റിൽ തന്നെ ഈ മാനേജിംഗ് കമ്മിറ്റിയുടെ നോട്ടീസ് കൽപ്പന അറിയിക്കുന്നതാണ്. ഇത് നിങ്ങളൊരു അഡ്വാൻസ് ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ സ്വീകരിക്കണമെന്നും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മാർച്ച് മാസം 28-ാം തീയതി തിരുനാമത്താലങ്ങളെ കാത്തുകൊള്ളണമേ. ശുദ്ധമായ മനസ്സുകൊള്ളണമേ. ശുദ്ധമുള്ളതായി കണക്കണമേ. ദൈവമായ എല്ലാ സമയത്തും ദൈവത്തിന്റെ തലങ്ങളിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. गाड़ी छाड़ना था അതില്ലല്ലേ?
സഭയുടെ ഔദ്യോഗിക തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഞാൻ തന്നെ ഒരു നിലപാടല്ല ഒരു കാലത്ത് എടുത്തിട്ടുള്ളത്. സഭ മൊത്തമായിട്ട് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെയും അഭ്യുന്നത മെത്രാപ്പൊലീത്തന്മാരുടെയും നേതൃത്വത്തിലും സമിതികളുടെ നേതൃത്വത്തിലുമാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ആ തീരുമാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിന്നുകൊണ്ട് അതിനുവേണ്ടി പോരാടി അതിന് ജനം എനിക്ക് തന്നിട്ടുള്ളതായ ഒരു അംഗീകാരമായിട്ട് ഇതിനെ ഞാൻ കണക്കാക്കുന്നു. പിറവം മണ്ഡലത്തിൻ്റെ ഒരു അംഗം കൂടിയാണ് താങ്കൾ. അതെ, ഈ ഒരു സാഹചര്യത്തിൽ ഈ പിറവം മണ്ഡലത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് താങ്കളുടെ ഓർത്തഡോക്സ് സഭയുടെ ഒരു നിലപാട് അതെന്തായി? സഭയുടെ ഒരു ഔദ്യോഗിക നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കാം. അതേസമയം കോലഞ്ചേരി വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സഭാമക്കളുടെ ഉള്ളിൽ വലിയ ആശങ്കയും ദുഃഖവും ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായി നിലനിൽക്കുകയും തുടരുകയും ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക ഒരു നിലപാട് സഭയുടെ അത് അറിയിക്കാൻ തക്കവണ്ണം ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയാം. നിലപാട് LDFന് അനുകൂലമായി അത് പറയാറായിട്ടില്ലല്ലോ. തീരുമാനം ഉണ്ടാകാതെ എങ്ങനെയാണ് LDFന് അനുകൂലമാണെന്ന് പറയുന്നത്? ഇല്ല ഇല്ല നടക്കുകയില്ല. വീണ്ടും വന്നൊരു വൈദിക ട്രസ്റ്റി, മലങ്കര സഭയുടെ മണിമുത്ത് ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. ഇല്ല ഇല്ല മറക്കുകയില്ല, ഉമ്മൻചാണ്ടി സൂക്ഷിച്ചു, ഇല്ല ഇല്ല മറക്കുകയില്ല. കാണിക്കാം പറയുന്നതാരെന്നറിയാമോ? അപ്പ ഉപ്പ പിള്ളാരല്ല, പിള്ളാരല്ല. മലങ്കര സഭയുടെ മണിമുത്ത് ധീരതയോടെ നയിച്ചോളൂ. ഒന്നേയുള്ളൂ കോലാട്ടച്ചൻ, ഒന്നേയുള്ളൂ. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ്റെ ഇന്നത്തെ യോഗം തത്സമയം സംപ്രേഷണം ചെയ്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ളതായ സഭാവിശ്വാസികൾക്കും മറ്റുള്ളവർക്കും ദർശിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത മലങ്കര ഓർത്തഡോക്സ് TVക്ക് പ്രത്യേകമായിട്ടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അവരുടെ ഈ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് ഏറ്റവും അധികം ഗുണകരമായിട്ട് ഭവിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടെ അനുസ്മരിക്കുന്നു. സമാപിച്ചിരിക്കുന്നു.
ഞങ്ങളുടെ അസോസിയേഷൻ ഏറ്റവും വിജയകരമായി ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. ഞങ്ങളുടെ സഭയുടെ വൈദിക ട്രസ്റ്റിയായി ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം കോനാട്ട് അച്ഛൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അച്ഛൻ പാമ്പാക്കുട സ്വദേശിയാണ്. അത് പിറവം മണ്ഡലത്തിൽപ്പെട്ട ഒരു വൈദിക ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തെ ഇന്നും സഭ ഒറ്റക്കെട്ടായി പിന്താങ്ങുന്നു. അതിൽ നിന്ന് പലതും വായിച്ചെടുക്കാനുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഏതായിരുന്നാലും പിറവം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സഭ ഔദ്യോഗികമായി ഒന്നും തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അവിടുത്തെ ജനങ്ങൾ വിവേകത്തോടെ കാര്യങ്ങൾ തിരിച്ചറിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഇത് ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെ തന്നിട്ടില്ല. തരുമായിരിക്കും. ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ യാതൊരു നിലപാട് ഓർത്തഡോക്സ് സഭയുടെ അനുകൂലമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിമർശനമുണ്ട് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ. ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമായ സംഗതി ആയതുകൊണ്ട് അത് വിമർശനമല്ലല്ലോ, അത് സത്യമല്ല. ഞങ്ങളങ്ങനെ വിശ്വാസികളോട് ഇങ്ങനെ പ്രവർത്തിക്കണമെന്നൊന്നും പറഞ്ഞിട്ട് തോന്നുന്നു. പക്ഷേ ഗവൺമെന്റിന്റെ നിലപാടിനോടുള്ളതായ ഒരു അമർഷം അപ്പുറത്തരാം. കോലഞ്ചേരി പള്ളി വിഷയവും അതിനുശേഷം ഈ പിറവം മണ്ഡലത്തിലെ ഞങ്ങളുടെ വിവിധ പള്ളികളിലുണ്ടായതായ കയ്യേറ്റങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളോടുള്ളതായ ഒരു അമർഷം മനുഷ്യരുടെ മനസ്സിൽ ഒരു പരിധിവരെയും ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ആ പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്കത് തിരിച്ചറിയാനും പറയുവാനായിട്ട് സാധിക്കും. പക്ഷെ എന്ന് വെച്ച് സഭ ഒരു സ്ഥാനാർത്ഥി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്നോ മറ്റേ സ്ഥാനാർത്ഥി ഞങ്ങളുടെ സ്ഥാനാർത്ഥി അല്ലെന്നോ ഒരു പ്രഖ്യാപനം ഇതുവരെയും നടത്തിയിട്ടില്ല. ഇനി ഭാവിയിൽ നടത്തുമോ എന്ന് എനിക്കറിയില്ല. സഭയുടെ ഒരു ഔദ്യോഗിക തീരുമാനമായിട്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. പരിധിവരെ ആകുമായിരിക്കാം എന്നുള്ളതല്ലാതെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പ്രയാസമാണ്. വളരെ ശക്തമായിട്ട് രാഷ്ട്രീയ നിലപാടുകളുള്ള വളരെയധികം ആളുകളുണ്ട് ഓർത്തഡോക്സുകാരുടെ കൂട്ടത്തിൽ തന്നെ. ശക്തമായ LDF നിലപാടുള്ള ആളുകളും ശക്തമായ UDF നിലപാടുകളുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അമർഷം എത്രമാത്രം വോട്ടായി മാറുമെന്ന് ചോദിച്ചാൽ കൃത്യമായി പ്രവചിച്ച് പറയാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. എന്താ നെറ്റിലൊക്കെ വരും സാധനം. ശുഭ അവിടെ നിന്ന് കൊടുക്കും. പൊക്കോട്ടേന്നാ സഭ ഔദ്യോഗികമായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണ അങ്ങനെ പ്രഖ്യാപിക്കാറുണ്ട്. അതായത് പ്രദേശത്തെ ജനങ്ങളുടെ അവരുടെ വികാരവും അവരനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ നിശ്ചയിക്കാവുന്നതല്ലാതെ സഭ എന്തെങ്കിലും ചെയ്യാൻ അവരോട് ആഹ്വാനം ചെയ്യാറില്ല. ഇത് പരസ്യം വൈദിക ട്രസ്റ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോനാട്ട്
ജോൺസ് എബ്രഹാം അച്ഛൻ. അദ്ദേഹം കഴിഞ്ഞ 5 വർഷത്തെയും ട്രസ്റ്റിയായിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പാമ്പാക്കുട സ്വദേശിയാണ്. പാമ്പാക്കുട സ്വദേശി എന്ന് പറയുന്നത് അത് പിറവം മണ്ഡലത്തിൽപ്പെട്ട ഒരു വൈദിക ശ്രേഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹം തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ ഈ സഭ ആഗ്രഹിച്ചു എന്നുള്ള വസ്തുതയാണ്. ഇതിനർത്ഥം ഈ സഭ ഒറ്റക്കെട്ടാണ് ഏത് കാര്യങ്ങളിലും. അതുപോലെ അൽമായ ട്രസ്റ്റി കഴിഞ്ഞ 5 വർഷം ഈ സ്ഥാനം വഹിച്ച MG ജോർജ് മുത്തൂറ്റ് ആണ്. അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ഇതിലൊക്കെ ജനങ്ങളുടെ മനസ്സ് എന്താണെന്ന് കൃത്യമായിട്ട് വിവേചിച്ച് അറിയാനുള്ളൊരു അവസരം കൂടിയായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഒരു ദൈവികമായ നടത്തിപ്പിൻ്റെ പിറകിൽ ഉണ്ടെന്നുള്ളത് ഒരു തർക്കമറ്റ വസ്തുതയായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. അസോസിയേഷൻ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു വിധത്തിലുള്ള തർക്കമോ പോറലോ ഒന്നും ഏൽക്കാതെ ആ വിധത്തിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. തീർച്ചയായും ഈ പത്തനംതിട്ട ഇതിനു മുൻപും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ സഭയോട് വളരെ കൂറുള്ളവരും വളരെ ഭക്തിയുള്ളവരുമാണ്. ഇവിടെ ഈ പത്തനംതിട്ട സ്വദേശം വളരെ പരമ്പരാഗതമായി സഭയോട് ഒരു ശക്തി കേന്ദ്രമാണ്. സഭയോട് ഏറ്റവും അധികം സ്നേഹവും വിധേയത്വവും പോലും പുലർത്തുന്ന ഒരു സമൂഹം പത്തനംതിട്ടയിൽ ഈ ഭദ്രാസനത്തിലുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഞങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. अच्छा ശരി.